മെയ് 16-ന് ഗുജറാത്തിലെ വൽസാദ് പോലീസിന് കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ അഴുകി തുടങ്ങിയ ഒരു മൃതദേഹം ലഭിക്കുന്നു. അന്വേഷണത്തിനൊടുവിൽ പ്രതിയിൽ നിന്ന് പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. വൽസാദ് ജില്ലയിലെ അതുൽ റെയിൽവേ സ്റ്റേഷന് സമീപം 3 ദിവസം മുൻപാണ് കൈകളും കാലുകളും കെട്ടിയിട്ട നിലയിൽ അഴുക്കുചാലിൽ നിന്നും പോലീസിനൊരു മൃതദേഹം ലഭിക്കുന്നത്. തുടക്കത്തിൽ കൊല്ലപ്പെട്ടതാരെന്നോ എന്തെന്നോ പോലും കണ്ടെത്താൻ പോലീസിന് സാധിക്കാതിരുന്ന കേസിൽ കൊല്ലപ്പെട്ടയാളുടെ വിവരങ്ങൾ ലഭിച്ചതോടെ പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കൊല്ലപ്പെട്ടത് മായാദേവി പീതാംബർ പസ്വാൻ എന്ന യുവതിയാണ്. കൊന്നതാകട്ടെ ഇവരുടെ മുൻ മരുമകനായ ഭോജ്കുമാർ പാസി എന്ന യുവാവ്. സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. ഉത്തർപ്രദേശ് സ്വദേശിയായ മായാദേവി അതുൽ എന്ന യുവാവിന്റെ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മായാദേവിയുടെ മുൻ മരുമകനായ ഭോജ്കുമാർ ഇടയ്ക്കിടെ ഇവിടെ വന്നു പോകാറുണ്ടെന്ന് പോലീസിന് വ്യക്തമായി. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംശയം തോന്നിയ പോലീസ് ഭോജ്കുമാറിനെ നിരീക്ഷിക്കുകയും ഒടുവിൽ പിടികൂടുകയും ചെയ്തു. പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതിയായ ഭോജ്കുമാർ നടത്തിയ കുറ്റസമ്മതം കേട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിപ്പോയി. പ്രതി 2023-ലാണ് മായാദേവിയുടെ മകളെ വിവാഹം കഴിക്കുന്നത്. വിവാഹശേഷം ഇരുവരും മഹാരാഷ്ട്രയിലെ ബോയ്സറിലാണ് താമസിച്ചിരുന്നത്. ഈ സമയത്ത് മരുമകനും അമ്മായിയമ്മയും, അതായത് ഭോജ്കുമാറും മായാദേവിയും തമ്മിൽ പ്രണയത്തിലായി. എന്നാൽ ഈ ബന്ധം ഏറെ നാളൊന്നും നീണ്ടുനിന്നില്ല. മകൾ ഈ അവിഹിത ബന്ധത്തെക്കുറിച്ച് അറിയുകയും ഭോജ്കുമാറുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. മകളുടെ വിവാഹമോചനത്തിന് ശേഷമാണ് മായാദേവി അതുൽ എന്ന യുവാവിനൊപ്പം താമസമാക്കിയതും അവിടെ തന്നെ ജോലി ചെയ്യാൻ ആരംഭിച്ചതും. വിവാഹമോചനം നേടിയ ശേഷം ഭോജ്കുമാർ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നു. അപ്പോഴും ഈ മായാദേവി ഭോജ്കുമാറിനെ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നു, തന്നെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട്. അവസാനം മായാദേവി ഭോജ്കുമാറിന്റെ പുതിയ ഭാര്യയെ വിളിച്ച് അവർ തമ്മിലുള്ള വിവാഹേതര ബന്ധത്തെക്കുറിച്ച് അറിയിച്ചു. അമ്മായിയമ്മയായിരുന്ന മായാദേവിയുടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ ഒടുക്കം ഭോജ്കുമാർ അവരെ കൊന്നുകളയാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനുള്ള പദ്ധതിയും അവൻ തന്നെ തയ്യാറാക്കാൻ ആരംഭിച്ചു. അങ്ങനെ മെയ് 14-ന് ജോലിക്കെന്ന വ്യാജേന വൽസാദിലെത്തിയ ഭോജ്കുമാർ സമീപത്തെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഗർണാലയിലേക്ക് മായാദേവിയെ വിളിച്ചു വരുത്തി. അവിടെ വെച്ചും തന്നെ വിവാഹം കഴിക്കണമെന്ന സമ്മർദ്ദം മായാദേവിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. വിവാഹത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ പ്രകോപിതനായ ഭോജ്കുമാർ ആദ്യം മായാദേവിയുടെ നെഞ്ചിലിടിക്കുകയും പിന്നീട് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഈ മരണം ഉറപ്പിക്കാൻ അയാൾ സമീപത്തെ മോട്ടറും കല്ലും ഉപയോഗിച്ച് മായാദേവിയുടെ തലയിൽ ക്രൂരമായി പലതവണ അടിച്ച് പരിക്കേൽപ്പിച്ചു. കൊലപാതകത്തിന് ശേഷം മായാദേവിയുടെ കൈകളും കാലുകളും കഴുത്തും അവരുടെ തന്നെ സാരി കൊണ്ട് കെട്ടി ഒരഴുക്ക് ചാലിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു. એક સ્ત્રી અજાણી સ્ત્રી હતી કે જેની લાશ હતી એ થોડી ડિકોમ્પોઝ થવાની ચાલુ થઈ હતી. તો એને હાથ સાડીથી એના હાથ પગ બાંધેલા હતા અને એને થોડું માથામાં થોડી ઈજા હતી અને લોહી હતું. તો તે બાબતે વલસાડ રૂરલ પોલીસ સ્ટેશનની અંદર BNS કલમ 103(1) મુજબનો ગુનો દાખલ કરી અને તપાસ છે એ સિનિયર PI સંભાળી લીધેલી હતી. આ અજાણી સ્ત્રીની લાશ હોય એ ગુનોને ડિટેક્ટ કરવા માટે વલસાડ રૂરલ પોલીસ સ્ટેશન ઉપરાંત LCBની અલગ અલગ ટીમો બનાવી અને કાર્યવાહી શરૂ કરવામાં આવી હતી. અને તે અનુસંધાને આ જે અજાણી સ્ત્રીના જે મૃતદેહના ફોટો છે એ આજુબાજુની અંદર વિસ્તારમાં લઈને સર્ચ કરતા આ જે સ્ત્રી છે એ માયાદેવી પાસવાન તરીકેની ઓળખ થતી હતી કે અતુલની અંદર ગાર્ડનર તરીકે કોન્ટ્રાક્ટરી છૂટક મજૂરી કરતી હતી. ലഭിച്ച സാങ്കേതിക വിശകലനവും CCTV ദൃശ്യങ്ങളുമാണ് പ്രതിയിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് സഹായകമായത്. നിലവിൽ പ്രതിയായ ഭോജ്കുമാർ രമേഷ് കുമാർ പാസിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ സങ്കീർണമായ ഒരു കേസായിരുന്നു വൽസാദ് ലോക്കൽ ക്രൈം പോലീസ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ തെളിയിച്ചത്. പ്രതിക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.